7 മണിക്ക് ആരാ വിളിച്ച് പറയുന്നത്? കൗൺസിലറാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഉണ്ടായിരുന്നു. അവൻ സിറ്റൗട്ടിലിരിക്കുന്നു, വേറും കുടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ അകത്തിരുന്ന് ഈ പടച്ച് മരിക്കുമ്പം അവൻ്റെ സുഹൃത്തിനെയും ഭാര്യയും വിളിച്ചിട്ട് അവൻ വന്നിട്ട് പോലീസിനെ വിളിച്ചിട്ട് ആണ് ഈ അയലത്തുള്ള ഇത്രയും ആൾക്കാർ ഇവിടെ ഉത്സവം നടക്കും. ആരെങ്കിലും വിളിച്ചാലെങ്കിലും ഈ കഥവൊന്ന് തുറന്ന് ഇവിടെ രക്ഷപ്പെടുത്താനല്ല നോക്കിയത്. അവൾ പോണെങ്കിൽ പോട്ടെന്നും പറഞ്ഞും കൊണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ടല്ലേ ആൾക്കാർ പോകണം. അറിയാം, അവനറിയാം ഞാൻ അത് ആത്മഹത്യ ചെയ്യും, നിന്നെ ഞാൻ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവൾ ചെയ്തതെന്നാണ് ഈ ഉണ്ടായിരുന്നു. ഒരുപാട് പാടുകളുണ്ടായിരുന്നു. ഇപ്പം ഇത് നോക്കുമ്പോൾ ബോഡി നോക്കുമ്പോഴത്തേക്ക് അടയാളങ്ങളുണ്ട്, ശരീരത്തിൽ അടയാളമുണ്ട്. നേരത്തെ അറിഞ്ഞപ്പോൾ എന്തെങ്കിലും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. അമ്മ ഒളിച്ചു വെച്ചു. ഇന്നാണ് അറിയുന്നത്. ഞങ്ങൾ ഈ അമ്മയുടെ മൊബൈലിൽ പോലീസ് പരിശോധിക്കുമ്പോഴാണ് ഇവിടെ ശരീരത്തെ പാടുകൾ കാണുന്നത്. ഇവിടെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ വരും പറയുന്നത്. ഈ അമ്മ വരെ അമ്മയുടെ അടുത്ത് മിണ്ടിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു 2 പെമ്പിള്ളേരെ കെട്ടിച്ചരച്ചതിൻ്റെ പാടുകൾ ബുദ്ധിമുട്ട്. അവ 64 വയസ്സായിട്ട് ഈ അന്യനാട്ടിൽ കിടക്കുക. സ്വർണം മുഴുവൻ പോയിട്ടുണ്ട്. എല്ലാം ഈ ലോക്കറിലാണോ? കയ്യിലും കാലിലും കിടന്ന് മാത്രമാണ് ഇപ്പം അവർ ഊരിത്തന്നത്. പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന അവിടെ ഉണ്ട്. അവർ ഇന്നലെ അവനെ പറഞ്ഞു വിട്ടു. ഇത്രയും ക്രിമിനൽ ഒരു കുറ്റം ചെയ്തവനെ പിന്നീട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അവൻ ഇന്നലെ വീട്ടിലായിരുന്നു. ഉണ്ട്. അത് പോലീസ് ഡയറി എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളില്ലായിരുന്നു. പോലീസ് അകത്ത് കയറി പരിശോധിച്ചപ്പോഴത്തേക്ക് അത് കമ്മീഷണറാണ് എടുത്തത്. വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു അപ്പോഴും ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? അവനത് സോൾവ് ചെയ്ത് കൊണ്ടുവന്നു. അവളെ ചേച്ചിയെ വിളിച്ചു വരുത്തി, ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനിത് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവർ വന്ന് സന്തോഷമായിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. നിരന്തരമായ പീഡനം സഹിക്കാൻ പറ്റാത്ത അമ്മ തന്നെ കുട്ടിയുടെ അമ്മ തന്നെ പരാതി കൊടുത്തു. ഇവിടെ ഈ അയലത്താർക്ക് ചോദിച്ചാൽ അവർ ഇവിടെ നിൽക്കുന്ന അമ്പലത്തിൽ ഉത്സവം. ഇവിടെ ഈ ആളും പേരും ഈ അപ്പുറം വീട്ടുകാർ ആരെങ്കിലും കൂടെ ഒന്ന് അറിയുന്നത് യഥാർത്ഥം പറയുന്നത്. നമുക്ക് ഈ 7 മാസമായില്ലേ ഇവിടെ താമസിക്കുന്നത്? വല്ല വിവരം ഉണ്ടായിരുന്നു? അറിയില്ല. ഈ കുട്ടി 2 പോണതാണ്. ഈ കുട്ടി ഒറ്റയ്ക്കൊന്നും വെളിയില്ല. ആ പയ്യൻ്റെ കൂടെ പോകും, പയ്യൻ്റെ കൂടെ തിരിച്ചു വരും. പിന്നെ നമ്മളിങ്ങനെ പാസ് ചെയ്തെന്തെങ്കിലും വാങ്ങാൻ പോകും, അമ്പലത്തിൽ പോകും. അങ്ങനെ അല്ലാതെ ഇവിടെ ആയിട്ട് അതൊരു ഇതുമില്ല. എന്നുവെച്ചാൽ എപ്പോഴും ഇങ്ങനെ അടഞ്ഞു കിടക്കും. ഉണ്ടെങ്കിൽ മാത്രം അകത്ത് തുറന്നിടുന്നാലും കുട്ടിയൊന്നും വെളിയിൽ കാണാറില്ല. ഇത് വലിയച്ഛൻ തന്നെ പുറത്തിരുന്ന് പുള്ളി മദ്യപിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ നിൽക്കണ കാണാം. പിന്നെ നമ്മൾ ഈ കൂടുതൽ അങ്ങോട്ട് പോകത്തുണ്ടോന്നും അറിയില്ല. പക്ഷെ ആൾക്കാരൊക്കെ നിൽക്കണ കാണാം. ബഹളമൊന്നും കേട്ടിട്ടില്ല. ഇന്നലെ തന്നെ ഈ സൗണ്ട് പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത് അറിയണത്. അപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോഴും പറഞ്ഞാണ് അറിയണത് ഇവിടെ ആ കുട്ടി കയറി തൂങ്ങിയത്. പക്ഷേ അവർ പറയുന്നത് പുറത്ത് വെച്ചിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അകത്ത് കയറി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അയൽക്കാരെ ഒന്നും ഇയാൾ ഇയാൾ വിളിച്ചില്ല. അതാണ് പോലീസും ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കാത്തതെന്ന്. അത് വിളിക്കാതെ ഇയാൾ വന്നിട്ട് ചീഞ്ചയ്ക്കുള്ളവർ ഏതോ ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി. അവരാണ് പോലീസിനെ വിളിച്ച് വരുത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഇപ്പോൾ പോലീസ് കേൾക്കുകയും ചെയ്ത് ഇത്രയും ജനങ്ങളുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല, അവർ വരുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അല്ലാതെ ഇതിനെപ്പറ്റി അപ്പോഴാണ് ഞങ്ങൾ അറിയണേ. 7 മാസത്തിലധികമാവുന്നു ഇവിടെ വന്നിട്ട്. പിന്നെ ബുധനാഴ്ച ഇരുന്ന് ആ കുട്ടി ഞാൻ ഇങ്ങനെ പാസ് ചെയ്തൊരു 3:30 ആയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഇറങ്ങിപ്പോണ്. ഈ കൊച്ച് ഗേറ്റ് അടയ്ക്കുന്നു. ആൻറ്റി എവിടെ പോകണു? ഞാൻ പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങണം മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവൻ മോളെ ആഹാരം കഴിച്ചാൽ ഇല്ല ആൻറ്റി. ഞാൻ ചോദിച്ചു അന്ന് 3:30 കഴിഞ്ഞല്ലോ മോളെ. അപ്പോഴും പറഞ്ഞു അത് ആൻറ്റി ചോറ് വെക്കണം. അപ്പോൾ ആൻറ്റി വെച്ചാലേ ഇല്ല ചോറ് വെച്ച്. പിന്നെ ഹസ്ബൻഡ് കഴിച്ചിട്ടാണ് പോയെ. എന്നിട്ടിട്ട് അതൊന്നും മിണ്ടിയില്ല. കഥവും കുട്ടിയിട്ട് കയറി അങ്ങ് പോയി. ആ ഇത്രയും 7 മാസത്തിനകത്ത് അത് ബുധനാഴ്ച തന്നെ ഇത്രയും സംസാരിച്ചത്. എന്തോ ഈ PSC വർക്ക് ചെയ്യാനോ പഠിക്കാൻ പോകും PSC. അപ്പം ഞാൻ ചോദിച്ചു മോളെ ജോലിക്കൊന്നും പോയില്ലേടാ? ഇല്ല ആൻറ്റി ഞാൻ പഠിക്കുകയാണ്, PSCക്ക് പഠിക്കുകയാണ്. അപ്പോഴാണ് അറിയണത് ഈ കുട്ടി ഇങ്ങനെ പോണത്. ഞാൻ വിചാരിച്ചു ജോലിക്കാണ്
പോകുമെന്നാണ് വിചാരിച്ചത്. അയൽവാസികളുടെ ആ ഒരു ബന്ധമില്ല. ആ പുള്ളിക്കാരൻ ആരെ മുഖത്തും നോക്കത്തില്ല. ആ കൊച്ചാണ് ഇങ്ങനെ ചിരിച്ചോണ്ടത്.